തിരുവചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ വചനഭാഗത്തിലൂടെ ജ്ഞാനസ്നാനത്തിൻ്റെ മഹത്വവും ആ ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ കടന്നു വരുന്ന ദൈവാനുഗ്രഹങ്ങളെയും ഒന്ന് ധ്യാനിക്കാമെന്നാണ് കരുതുന്നത്. കാരണം ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ഭവനത്തിൽ വെഞ്ചരിപ്പുമായി കടന്നു ചെന്നതാണ്. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് 2 മക്കളുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും ജീവിത പങ്കാളികൾ പരസ്പരം അവർ പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ്. പള്ളിയിൽ വെച്ച് തന്നെയാണ് വിവാഹം നടത്തിയത് രണ്ടുപേരുടെയും. എന്നാൽ അവർക്ക് ജനിച്ച മക്കളെ അവർ ജ്ഞാനസ്നാനം കൊടുത്തില്ല എന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമമായി. അപ്പോൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മകനെയും അവനും പള്ളിയിൽ ഇവിടെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത്, വെഞ്ചരിപ്പിൻ്റെ സമയത്ത് അവനും വന്ന് നിൽപ്പുണ്ടായിരുന്നു. 2 മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൂത്ത 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മകൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ജ്ഞാനസ്നാനം പ്രാർത്ഥനയൊക്കെ അറിയാമോ? അപ്പോൾ അവന് പ്രാർത്ഥനയൊന്നും അറിയില്ല. ആ വെഞ്ചരിപ്പിൻ്റെ സമയത്ത് ഇവരും ഈ മക്കൾ 2 നിശബ്ദരായിരിക്കുക. അപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഞാൻ അവരോട് പറഞ്ഞു, ഇവർ പ്രാർത്ഥനയൊന്നും പഠിപ്പിച്ചിട്ടില്ല ഇവരെ. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ അവർക്ക് ജ്ഞാനസ്നാനം കൊടുത്തിട്ടില്ല, അല്പം അവർക്ക് ബോധ്യമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ അവർ പ്രവേശിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പ്രിയമുള്ളവരെ, വല്ലാത്ത വിഷമം തോന്നി. യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് അതുപോലെ വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് കടന്നു വന്നിട്ട് വിവാഹത്തിന് ശേഷം തങ്ങൾക്ക് ലഭിച്ച മക്കളെ ഈ വിശ്വാസ ജീവിതത്തിൽ നടത്തിക്കൊണ്ടുവരുവാൻ, ഈ ശ്രേഷ്ഠമായ ഈ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ ഈ മാതാപിതാക്കൾ താല്പര്യമില്ല എന്ന് തോന്നിയപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഈ ദിനത്തിൽ ജ്ഞാനസ്നാനത്തിൻ്റെ ആ മഹത്വത്തെക്കുറിച്ച് ഈശോയുടെ വാഗ്ദാനമാണ്, നിങ്ങൾ പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുക എന്നുള്ള യേശുവിൻ്റെ കൽപ്പന. അത് ലംഘിച്ചിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹം ഉണ്ടാവുകയില്ല, വ്യക്തികൾക്ക് അനുഗ്രഹം ഉണ്ടാവുകയില്ല, നമ്മൾ കടന്നു പോകുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ വിജയമുണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ നമുക്ക് ജ്ഞാനസ്നാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാം. 5 കാര്യങ്ങൾ ജ്ഞാനസ്നാനമെന്ന കൂദാശയിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒന്നാമത്, ഒരു പുതിയ ജന്മം ലഭിക്കുകയാണ്. ജ്ഞാനസ്നാനം എന്ന കൂദാശ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി പുതിയൊരു ജനനത്തിലേക്ക് ദൈവരാജ്യത്തിൽ അംഗമാകുവാൻ തക്കവിധം ഒരു പുതിയൊരു ജനനം ആ വ്യക്തിയിൽ സംഭവിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ നിക്കോദേമോസ് ഈശോയുടെ അരികിലേക്ക് രാത്രി കടന്നു വന്നിട്ട് ഈശോയോടുമായി സംസാരിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ ഉള്ള തിരുവചനങ്ങളിൽ 3 മുതൽ 6 വരെയുള്ള വചനഭാഗത്തിൽ പ്രകാരം യേശു പറയുകയാണ്. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവൻ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് എങ്ങനെ അത് സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് വീണ്ടും ജനിക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് നിക്കോദേമോസ് ചോദിക്കുകയാണ്. യേശു തുടർന്ന് പ്രതിവചിക്കുകയാണ്, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഒരു വ്യക്തി ഈ ഭൂമിയിൽ സ്വാഭാവികമായി ഒരു ജനനത്തിലൂടെ കടന്നു വരും. എന്നാൽ ഈ ഭൂമിയല്ല നമ്മുടെ ഇടത്താവളം. ഭൂമി ഒരു ഇടത്താവളമാണ്. ശാശ്വതമായ ഭവനമെന്ന് പറയുന്നത് സ്വർഗമാണ്, ദൈവരാജ്യമാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ, ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് ഈ ഭൂമിക്ക് മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒരു ജീവിതമല്ല ക്രൈസ്തവ വിശ്വാസ ജീവിതം.
ഓരോ മനുഷ്യനെയും ദൈവം നിത്യതയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനെ ജന്മം കൊടുക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കുവാനായിട്ട് അവൻ വീണ്ടും ഒരു ജനനത്തിലൂടെ കടന്നു പോകണം. കാരണം പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 23 പറയുകയാണ്, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്. എന്താണത്? അനശ്വരമായ ബീജമെന്ന് പറയുന്നത് എന്താണ്? സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. കാരണം ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുക എന്നുള്ളത്. സഭയ്ക്ക് കൊടുത്ത ഒരു അധികാരമാണ്, ദൗത്യമാണ്. അത് യേശുവിൻ്റെ വചനമാണ്. ആ വചനത്തിലൂടെ തിരുക്കർമ്മം നടത്തുമ്പോൾ, ആ വചനത്തിലൂടെ ജ്ഞാനസ്നാനം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തി വീണ്ടും പുതിയതായിട്ട് ജനിക്കുകയാണ്. നശ്വരമായ ബീജത്തിൽ നിന്ന് ഈ ഭൂമിയിൽ മാതാപിതാക്കളിലൂടെ കടന്നു വന്ന കുഞ്ഞ് ജ്ഞാനസ്നാന ജലം അവൻ ആത്മാവിലും ആത്മാവിലൂടെയും ജലത്തിലൂടെയും പുതിയൊരു സൃഷ്ടിയായിട്ട് മാറുകയാണ്, പുതിയൊരു ജന്മത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ജ്ഞാനസ്നാനം എന്ന കൂദാശയിൽ ഒന്നാമത് സംഭവിക്കുന്നത് ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. യേശുവിൽ ഒരു പുതിയ ജനനം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഒരു കുഞ്ഞിനെ നമ്മൾ യേശുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് നമ്മൾ താല്പര്യമെടുത്തുകൊണ്ട് ഈ കൂദാശ വളരെ വേഗത്തിൽ തന്നെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഉടനെ തന്നെ സാധിക്കുന്നിടത്തോളം നേരത്തെ തന്നെ ജ്ഞാനസ്നാനം എന്ന കൂദാശ കൊടുക്കുവാനായിട്ട് മാതാപിതാക്കൾ താല്പര്യമെടുക്കണം, ശ്രദ്ധിക്കണം. ആ കുഞ്ഞിൻ്റെ ആ സ്വാഭാവിക ജനനത്തിൽ നിന്ന് ഈ ഭൂമിക്ക് വേണ്ടി മാത്രം മരിച്ചു ജീവിക്കാനുള്ളതല്ല കുഞ്ഞല്ല. ഈ കുഞ്ഞ് കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹത്തോടെ മാതാപിതാക്കൾ ഒരു പുതിയൊരു ജന്മത്തിന് ഈ കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ ഈ കൂദാശയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് താല്പര്യമെടുക്കണം. രണ്ടാമത്, ഈ ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ ലഭിക്കുന്നത് നീതീകരണമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നീതീകരണം ലഭിച്ചാൽ മാത്രമേ നമ്മൾ നീതിമാന്മാരായിട്ട് മാറുകയുള്ളൂ. മനുഷ്യൻ്റെ നീതീകരണം മാത്രമല്ല നമുക്ക് വേണ്ടത്, ദൈവം നമ്മളെ നീതീകരിക്കണം. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായം 10-11 വാക്യങ്ങൾ ഇപ്രകാരമാണ്: കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപാന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കാരണം ഈ തിന്മകളിലൂടെ കടന്നുപോയ ജീവിതങ്ങൾ ഒരിക്കലും നീതീകരിക്കപ്പെടുകയില്ല. നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു. എന്നാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും സ്ഥാനപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. കാരണം യേശുക്രിസ്തുവിലൂടെ നാമത്തിലുള്ള ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ഈ പാപത്തിൻ്റെ പഴയ പാപമേഖലകളിലൂടെ ഒരു നീതീകരണം നമുക്ക് ലഭിക്കുകയാണ്. ആ പാപത്തിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് രണ്ടാമത് ലഭിക്കുന്ന അനുഗ്രഹമെന്ന് പറയുന്നത് ഈ ഒരു നീതീകരണമാണ്. ദൈവം നമ്മളെ നീതീകരിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള കുറവുകളെ, ബലഹീനതകളെ, മാതാപിതാക്കളിലൂടെ കടന്നു വന്നിട്ടുള്ള പാപത്തിൻ്റെ മേഖലകളെ ഈ കൂദാശയിലൂടെ ദൈവം തൻ്റെ തിരുരക്തം കൊണ്ട് കഴുകിക്കളഞ്ഞുകൊണ്ട് നീതീകരിക്കുകയാണ്. നീ എൻ്റെ പ്രിയപുത്രൻ. ജ്ഞാനസ്നാന അവസരത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ ജ്ഞാനസ്നാനം. ഈശോയ്ക്ക് ജ്ഞാനസ്നാനം ആവശ്യമായിരുന്നില്ല. എന്നാൽ ഈശോ സ്നാപയോഹന്നാൻ്റെ അടുത്ത് വന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ് ജോർദാൻ നദിയിൽ വെച്ച്. കാരണം സ്നാപയോഹന്നാൻ പറയുകയാണ്, ഞാൻ അങ്ങിൽ നിന്ന് സ്നാനം സ്വീകരിക്കാനിരിക്കവേ അങ്ങ് എന്തുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരുന്നു? ഈശോ പറയുകയാണ്, ഇത് ഇപ്പോൾ ആവശ്യമാണ്. കാരണം അവൻ നമ്മൾക്കൊരു മാതൃക നൽകുവാൻ, നമ്മളിൽ ഒരുവനാകുവാൻ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ബലഹീനതകൾ, കുറവുകൾ ഏറ്റെടുത്ത് നമ്മെ നീതീകരിക്കുവാനായിട്ട് ഈശോ സ്നാനം സ്വീകരിക്കുകയാണ്. ആ നിമിഷം സ്വർഗം തുറക്കപ്പെടുന്നു. പിതാവിൻ്റെ സ്വരം അവിടെ കേൾക്കുന്നു. ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ കേൾക്കുന്ന സ്വരം എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ ആ വാക്ക് ആ നിമിഷം കേൾക്കുകയാണ്. ഇതാണ് ജ്ഞാനസ്നാന അവസരത്തിൽ ഓരോ വ്യക്തികളിലും സംഭവിക്കുന്നത്. നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ പിതാവ് നമ്മെ നോക്കി നമ്മളെ നീതീകരിച്ചുകൊണ്ട് പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രി. അപ്പോൾ ഈ കൂദാശയുടെ മഹത്വം തിരിച്ചറിഞ്ഞ്, ജ്ഞാനസ്നാനം എന്ന കൂദാശയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് ഈ കൂദാശയോട് ചേർന്ന് ജീവിക്കാനായിട്ട് കഴിയണം. മൂന്നാമത് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമെന്ന് പറയുന്നത് ക്രിസ്തുവുമായുള്ള ഒരു ആത്മീയ ബന്ധം ഈ കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. യേശു ക്രിസ്തുവുമായുള്ള ഒരാത്മീയ ബന്ധം ലഭിക്കണമെങ്കിൽ ജ്ഞാനസ്നാനം എന്ന കൂദാശ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ ആഹ്വാനമാണ്. കാരണം ആ ആഹ്വാനം നമ്മൾ പൂർത്തീകരിച്ചാലേ നമുക്ക് യേശുവുമായൊരു ആത്മീയ ബന്ധം ഉണ്ടാവുകയുള്ളൂ. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 3 വചനം പറയുകയാണ്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ
ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അതേ പ്രിയമുള്ളവരെ, യേശുവുമായി നമ്മൾ ഐക്യത്തിലാകുകയാണ്. പിന്നെ ഞാനും യേശുവും ഐക്യത്തിലാകുകയാണ്. എൻ്റെ ഉള്ളിൽ യേശു വസിക്കുവാൻ തക്കവിധം ഞാൻ എൻ്റെ ശരീരത്തെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറ്റപ്പെടുകയാണ് ഈ ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ. ഗലാത്യരുടെ ലേഖനത്തിലെ 3-ാം അധ്യായത്തിൽ 26-27 തിരുവചനങ്ങൾ ഇപ്രകാരമാണ്: യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ലത്തീൻ റീത്തിൽ ജ്ഞാനസ്നാനത്തിൻ്റെ കൂദാശ പരികർമ്മം ചെയ്യുമ്പോൾ വെള്ള വസ്ത്രം ഈ കുഞ്ഞിൻ്റെ മേൽ വൈദികൻ എടുത്ത് കൊടുത്ത് ആ ശരീരത്തിൽ വച്ചിട്ട് ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയും: ക്രിസ്തുവിനെ, ഈ വെള്ള വസ്ത്രം നിനക്ക് ഈ പദവിയുടെ മഹനീയമായ അടയാളമാണ്. നീ ക്രിസ്തുവിനെ ധരിക്കുക. ക്രിസ്തുവിനെ ധരിക്കുകയാണ്. വെള്ള വസ്ത്രം ആ കുഞ്ഞിൻ്റെ മേൽ വെച്ചു കൊടുത്തിട്ട് ക്രിസ്തുവിനെ ധരിക്കുവാനായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ ഈ കുഞ്ഞ് മാറ്റപ്പെടുകയാണ്. അപ്പോൾ ക്രിസ്തുവുമായി ഒരു ആത്മീയ ബന്ധം ആ കുഞ്ഞിന് കടന്നു വരികയാണ് ഈ ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ. അതുകൊണ്ട് ഈ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം. ഈ കൂദാശയുടെ മഹത്വം, ഈ കൂദാശയുടെ ശ്രേഷ്ഠത. അതല്ലാതെ കുഞ്ഞ് വളർന്നു കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന് ഇഷ്ടമുള്ളപ്പോൾ ഈ കൂദാശ സ്വീകരിക്കട്ടെ എന്ന് മാതാപിതാക്കൾ കരുതുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ല. ഈ കുഞ്ഞിൻ്റെ ആത്മാവിൻ്റെ രക്ഷയെ നിങ്ങൾ വില കൊടുക്കുന്നില്ല. കാരണം ആ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് അത് നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് മാതാപിതാക്കൾ, സ്നേഹമുള്ള മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങൾക്ക് ഈ കൂദാശ കൊടുക്കുവാൻ താല്പര്യമെടുക്കും. അതല്ലാതെ എൻ്റെ ജീവിത പങ്കാളി ഗൾഫിലാണ്, അതുകൊണ്ട് അദ്ദേഹം കുറേ നാൾ കഴിഞ്ഞിട്ടേ നാട്ടിലെത്തൂ, അപ്പോൾ ആ നാട്ടിലെത്തുമ്പോൾ ഈ കുഞ്ഞിന് ജ്ഞാനസ്നാനം കൊടുക്കാമെന്ന് ജീവിത പങ്കാളി കരുതി ഈ കുഞ്ഞിനെ വളർത്തി വന്ന് 2-3 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ജ്ഞാനസ്നാനം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ചില ഇങ്ങനെയുള്ള മുടന്തൻ കാര്യങ്ങൾ പറഞ്ഞ് ഈ കൂദാശയിൽ നിന്ന് നിങ്ങൾ ദൈവം ദാനമായി നൽകിയ കുഞ്ഞിനെ മാറ്റി നിർത്തുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഈ കുഞ്ഞ് പെട്ടെന്ന് ഏതെങ്കിലും ഒരു രോഗം ബാധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് ഈ കൂദാശ സ്വീകരിക്കാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. കാരുണ്യവാനായ ദൈവം ആ കുഞ്ഞിനെ നീതീകരിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട നിലപാട് എടുത്തില്ലെങ്കിൽ ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും. അപ്പോൾ ഒരു കുഞ്ഞിനെ യേശുവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുവാൻ സഹായിക്കുന്ന ഈ കൂദാശയെ വിലയുള്ളതായി കരുതി ആ കുഞ്ഞിന് ഈ കൂദാശ കൊടുക്കുവാനായിട്ട് മാതാപിതാക്കൾ തയ്യാറാകണം. 4, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുകയാണ്. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 6-ാം തിരുവചനം: ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. പ്രിയമുള്ളവരെ, പത്രോസ്ലീഹ, ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ ആ കൂടിയിരുന്ന ജനത്തോട് പറയണം: നിങ്ങൾ പശ്ചാത്തപിച്ച് സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതേ പ്രിയമുള്ളവരെ, ജ്ഞാനസ്നാനമെന്ന കൂദാശയിലൂടെ ദൈവം സൗജന്യമായി തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകുകയാണ്. ഒരു വ്യക്തി ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവം തൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ വർഷിക്കുകയാണ്. സ്നേഹം, സമാധാനം, ആനന്ദം, ദയ, ക്ഷമ, സൗമ്യത, ആത്മസംയമനം എന്നീ ആത്മാവിൻ്റെ ഫലങ്ങൾ ആ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ഈ കൂദാശയിലൂടെ ലഭിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ നന്മയുണ്ടാകും. ആ കുഞ്ഞ് ഇടപെടുന്ന വ്യക്തിബന്ധങ്ങളിൽ നന്മയുണ്ടാകും. ദൈവവിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും ആ കുഞ്ഞ് വളരുവാൻ തക്കവിധം പരിശുദ്ധാത്മാവ് ആ കുഞ്ഞിലൂടെ പ്രവർത്തിക്കും. അതല്ലാതെ ഈ കൂദാശ കൊടുക്കാതിരുന്നാൽ ആ കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ, ആ കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കുവാനായിട്ട് ഇടയാകുമെന്ന് കൂടി തിരിച്ചറിയണം. മറ്റൊന്ന്, ക്രിസ്തുവിൻ്റെ സഭയിലുള്ള അംഗത്വം ഈ കൂദാശയിലൂടെ ലഭിക്കുകയാണ്. 5-ാമത്, ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന 5-ാമത്തെ അനുഗ്രഹമെന്ന് പറയുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ക്രിസ്തുവിൻ്റെ ക്രിസ്തു ശിരസായ ആ സഭയിൽ ഒരു അംഗത്വം ലഭിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിലെ ഒരംഗമായി ആ കുഞ്ഞ് മാറുകയാണ്. അപ്പോൾ സഭയുടെ എല്ലാ കൃപാവരങ്ങളും എല്ലാ കൃപകളും മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഈ കുഞ്ഞ് അംഗമായി തീരുമ്പോൾ സഭയുടെ നന്മകൾ, പുണ്യങ്ങൾ ഈ കുഞ്ഞിലേക്ക് കടന്നു
കടന്നു വരും. അതൊരു വലിയ സത്യമാണ്. കാരണം നമുക്കറിയാം, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് അതിൻ്റെ സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ഒരു വ്യക്തി സഭയിൽ അംഗമായി സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ സഭയുടെ പുണ്യവാന്മാരുടെ, വിശുദ്ധരുടെ, രക്തസാക്ഷികളിലൂടെയൊക്കെ കടന്നു വന്ന ആ പരിമളം ആ കുഞ്ഞിലേക്ക് ഒഴുകുവാനായിട്ട് തുടങ്ങും. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 47, രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ സഭയിൽ നമ്മൾ അംഗങ്ങളായിട്ട് മാറുകയാണ്. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 12-ാം അധ്യായം 13, നാം എല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകുവാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദനെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രന്മാരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യുവാൻ എല്ലാവർക്കും സാധിച്ചു. അപ്പോൾ അവിടെ വേർതിരിവുകളില്ല. പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ലെങ്കിൽ പണമുള്ളവനെന്നോ പണമില്ലാത്തവനെന്നോ ഒന്ന് വേർതിരിവുകളൊന്നുമില്ലാതെ സഭയുടെ കൃപാവരങ്ങളിൽ ഈ വ്യക്തിക്ക് സ്ഥാനം കിട്ടുകയാണ്, അനുഗ്രഹം കിട്ടുകയാണ്. ഒരു വ്യക്തി ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ആ സഭയിലൂടെ ഒഴുകുന്ന കൂദാശകളിലൂടെ ലഭിക്കുന്ന ആ കൃപാവരങ്ങളിലേക്ക് ആ വ്യക്തി സ്വീകരിക്കുവാൻ യോഗ്യനായിട്ട് മാറുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ സ്ഥാനമാണ് ജ്ഞാനസ്നാനം എന്ന കൂദാശയ്ക്കുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം യേശുക്രിസ്തുവിൻ്റെ ആ തിരുരക്തത്തിലൂടെ, യേശുവിൻ്റെ പീഡാസഹന മരണ ഉയർപ്പിലൂടെ ലഭിക്കുന്ന ആ തിരുരക്തത്തിൻ്റെ വില ജ്ഞാനസ്നാനമെന്ന കൂദാശയിലൂടെ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരികയാണ്. ഉത്ഭവ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. ആ കുഞ്ഞിൽ ഈ 5 കൃപാവരങ്ങൾ വർഷിക്കപ്പെടുകയാണ്. ഒന്നാമത് നമ്മൾ കണ്ടു, ഈ കൂദാശയിലൂടെ ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ ആ ദൈവരാജ്യത്തിൽ പ്രവേശിച്ച് ദൈവരാജ്യത്തിൽ അംഗമായി മാറുന്നു. ഒരു പുതിയൊരു ജനനത്തിന് ഈ കുഞ്ഞിന് അനുഗ്രഹം കിട്ടുന്നു. മറ്റൊന്ന് നീതീകരണം. മാതാപിതാക്കളിലൂടെ, പൂർവികരിലൂടെ കടന്നു വന്ന ഏതെങ്കിലുമൊക്കെ കുറവുകൾ ഈ കുഞ്ഞിൽ, ഈ ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ അതെല്ലാം നീക്കം ചെയ്യപ്പെട്ട് ആ കുഞ്ഞ് നീതീകരിക്കപ്പെടുകയാണ്. മറ്റൊന്ന്, ക്രിസ്തുവുമായി ഒരു ആത്മീയ ബന്ധത്തിൽ ഈ കുഞ്ഞ് എത്തിച്ചേരുന്നു. ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്ന ഒരു അനുഭവം, ക്രിസ്തുവിനെ വസ്ത്രമായി ധരിച്ച് ആ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ, ഗലാത്യരുടെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ, ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അത് പറയുവാൻ തക്കവിധം ക്രിസ്തുവുമായൊരു ആത്മീയ ബന്ധത്തിൽ ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ ഒരു വ്യക്തി കടന്നു വരികയാണ്. മറ്റൊന്ന്, ഈ സഭയിൽ ആ അംഗമായി മാറുകയാണ്. സഭയുടെ എല്ലാ കൃപാവരങ്ങളും ആ ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ ഈ വ്യക്തിക്ക് ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ആ കുഞ്ഞിലേക്ക് ഈ കൂദാശയിലൂടെ കടന്നു വരുന്നു. ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ അനുഗ്രഹമായിട്ട് മാറ്റുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ, നമ്മുടെ വ്യക്തിബന്ധത്തിൽ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഈ കൂദാശയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരോട് സ്നേഹത്തോടെ പറയണം ഈ കൂദാശയുടെ മഹത്വത്തെക്കുറിച്ച്, ഈ കൂദാശയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്. ഈ കൂദാശയിലൂടെയാണ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമാകുന്നതെന്ന് അത് തിരിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് കഴിയണം. ഒരുപക്ഷെ മാതാപിതാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവഗണിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ആ കുഞ്ഞിൻ്റെ ശാരീരികമായ, ബൗദ്ധികമായ, മാനസികമായ വളർച്ചയ്ക്ക് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുഞ്ഞ് ചോദിക്കാതെ തന്നെ നമ്മൾ ചെയ്യാറില്ലേ? ഒരു കുഞ്ഞ് കരയുമ്പോൾ നമുക്കറിയാം ആ കുഞ്ഞ് എന്താണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ കൊടുക്കാറില്ലേ? കുഞ്ഞ് ചോദിച്ചിട്ടാണോ കൊടുക്കുന്നത്? എനിക്ക് ഇന്നത് വേണം, അല്ലെങ്കിൽ ഇന്ന വസ്ത്രം എനിക്ക് ധരിപ്പിക്കണം എന്ന് നമ്മൾ മാതാപിതാക്കളോട് കുഞ്ഞ് പറയാറുണ്ടോ? ചെറുപ്രായത്തിൽ, കുഞ്ഞുനാളിൽ. അപ്പോൾ ആ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞ് പറയാതെ തന്നെ നമ്മൾ ആ കുഞ്ഞിൻ്റെ നന്മ ഓർത്തുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് കുഞ്ഞിന് വേണ്ടി. എന്നാൽ ആ കുഞ്ഞിൻ്റെ ആത്മാവിൻ്റെ ആ വില മനസ്സിലാക്കി, ആ കുഞ്ഞ് ബാഹ്യമായി കാണുന്ന ശാരീരിക പ്രകൃതി മാത്രമല്ല, ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിൻ്റെ ആ സുസ്ഥിതിക്ക് വേണ്ടി, ആ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ കൂദാശ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കൂദാശയിലൂടെ ഈ കുഞ്ഞിന് അനുഗ്രഹം ലഭിക്കുമെന്ന് മനസ്സിലാക്കി ഈ കൂദാശ കൊടുക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ഈ ദിനത്തിൽ നമ്മളോട് തന്നെ ചോദിക്കുവാനും മനസ്സിലാക്കുവാനും മറ്റുള്ളവരോട് ഈ കൂദാശയുടെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുവാനും നമുക്ക് സാധിക്കണം. അപ്പോൾ ജ്ഞാനസ്നാനത്തിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ഒരു വ്യക്തി ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിക്ക് യേശുവിൻ്റെ ത്രിമാന ദൗത്യങ്ങളിൽ കൂടെ പങ്കുപറ്റുവാനായിട്ടുള്ളൊരു വിളി കൂടി ആ കുഞ്ഞ് ഏറ്റെടുക്കുകയാണ്. യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആ ശുശ്രൂഷ, യേശുവിൻ്റെ പ്രവാചക ദൗത്യം, യേശുവിൻ്റെ രാജകീയ ദൗത്യം, ഈ മേഖലകളിൽ കൂടി ജ്ഞാനസ്നാനം എന്ന കൂദാശയിൽ പങ്കുപറ്റുന്നവർക്ക് ഈ ഒരു ദൗത്യമുണ്ടെന്ന് കൂടി തിരിച്ചറിയണം. നമ്മളൊക്കെ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ്. അപ്പോൾ വളർന്നു വന്ന നമ്മൾ
ഈ കൂദാശയുടെ മഹത്വം മനസ്സിലാക്കുന്നതോടൊപ്പം ഇന്നേ ദിവസം നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തുത, നമുക്ക് നിക്ഷിപ്തമായ 3 ദൗത്യങ്ങൾ, കർത്താവായ ദൈവം നമുക്ക് നിക്ഷേപിച്ച 3 ദൗത്യങ്ങളുണ്ട്. ഒന്ന്, യേശുവിൻ്റെ പൗരോഹിത്യ ആ ദൗത്യം. കാരണം പൊതുവായ പൗരോഹിത്യത്തിൽ ജ്ഞാനസ്നാനത്തിലൂടെ ഒരു വ്യക്തി അംഗമായി തീരുകയാണ്. ശുശ്രൂഷ പൗരോഹിത്യമുണ്ട്, പൊതു പൗരോഹിത്യമുണ്ട്. ശുശ്രൂഷ പൗരോഹിത്യം വൈദികർ ചെയ്യുന്ന യേശുവിൻ്റെ ആ ശുശ്രൂഷയാണ്, യേശുവിൻ്റെ ആ പൗരോഹിത്യ ശുശ്രൂഷയാണ്. അത് ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയും, പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെച്ച്. എന്നാൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച വ്യക്തി യേശുവിൻ്റെ പൊതു പൗരോഹിത്യത്തിൽ ഭാഗഭാക്കാവുകയാണ്. അപ്പോൾ എല്ലാവരും, നമ്മൾ ഓരോരുത്തരും പൗരോഹിത്യത്തിൻ്റെ പൊതുവായ ആ പൗരോഹിത്യ ധർമ്മത്തിൽ നമ്മൾ പങ്കുപറ്റുന്നുണ്ട് ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ. എന്താണ് പുരോഹിതൻ്റെ ദൗത്യം? സ്വയം വിശുദ്ധീകരിക്കുക, മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുവാനായിട്ടുള്ള വിളിയാണ്. പുരോഹിതൻ സ്വയം വിശുദ്ധീകരിക്കുവാനും മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുവാനുമുള്ള ഒരു പൊതു ദൗത്യമുണ്ട്. അപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച വ്യക്തി വിശുദ്ധിയിൽ വളരുന്നുണ്ടോ? മറ്റുള്ളവരെ വിശുദ്ധിയിൽ വളരുവാനായിട്ട് നമ്മൾ നിലപാടെടുക്കുന്നുണ്ടോ? മറ്റൊന്ന്, രാജകീയ പൗരോഹിത്യം. രാജകീയമായ ഒരു ദൗത്യമുണ്ട്. കർത്താവായ യേശു രാജാവാണ്. അപ്പോൾ രാജ്യത്വത്തിൻ്റെ ആ ദൈവരാജ്യത്തിൽ രാജ്യത്വത്തിൻ്റെ ആ ദൗത്യം നമുക്ക് നിർവഹിക്കാനുണ്ട്. രാജാവ് എന്താണ്? പ്രജകൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും ഭക്ഷണമൊക്കെ കൊടുക്കണം. അപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച വ്യക്തി ആ കൂദാശയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് വ്യക്തിബന്ധങ്ങളിൽ മറ്റുള്ളവർക്ക് സംരക്ഷണം കൊടുക്കണം. അവർക്ക് ആവശ്യമായ ആത്മാവിൻ്റെ ഭക്ഷണവും ശാരീരിക ഭക്ഷണവും ഒക്കെ കൊടുക്കാനായിട്ട് കഴിയണം. അപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച മാതാപിതാക്കൾ അവരുടെ വിളി മനസ്സിലാക്കിയ വ്യക്തികൾ എന്ത് ചെയ്യും? തങ്ങൾക്ക് ജനിക്കുന്ന മക്കൾക്ക് ഈ ഒരു ദൗത്യം കൊടുക്കണം. കാരണം മക്കൾക്ക് വിശുദ്ധി ഉണ്ടാകണം, വിശുദ്ധീകരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് മക്കൾക്ക് ജ്ഞാനസ്നാനം കൊടുക്കും. മക്കൾക്ക് ദൈവികമായ ആത്മാവിൻ്റെ സംരക്ഷണം ലഭിക്കണം, ആത്മാവിൻ്റെ ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ട് ആ മക്കൾക്ക് ജ്ഞാനസ്നാനം കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാകും. മൂന്നാമത്, പ്രവാചക ദൗത്യമുണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ പ്രവാചക ദൗത്യമാണ് സുവിശേഷം മറ്റുള്ളവരോട് പ്രഘോഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം. സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ടുള്ള ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. സുവിശേഷം എന്താണ്? അവൻ നമുക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റു, നമുക്ക് നിത്യജീവനുണ്ട്. ഇതാണ് സുവിശേഷം. നീ പാപിയായിക്കൊള്ളട്ടെ, രോഗിയായിക്കൊള്ളട്ടെ, ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു, അവൻ നിൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി അവൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്തു. അവനിലൂടെ നിനക്ക് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷയുണ്ട്. നിൻ്റെ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും നിനക്ക് മോചനം ഉണ്ടെന്നുള്ള ആ ഒരു സദ്വാർത്ത കൊടുക്കുന്നതാണ് സുവിശേഷം. അത് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, ഈ ഒരു കാഴ്ചപ്പാട് ജ്ഞാനസ്നാനം എന്ന കൂദാശ സ്വീകരിച്ച നമുക്ക് ഉണ്ടാകണം. അത് മറ്റുള്ളവരോട് പറയുവാനും മറ്റുള്ളവർ ഈ കൂദാശയിൽ കടന്നു വന്ന് ആ അനുഗ്രഹങ്ങൾ, കൃപാവരങ്ങൾ സ്വീകരിച്ച് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ആ പൂർണ്ണതയിൽ എത്തിച്ചേരുവാനായിട്ട് ഈ കൂദാശ സ്വീകരിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഇന്ന് സമർപ്പിക്കാം. നമ്മളൊക്കെ ജ്ഞാനസ്നാനം എന്ന കൂദാശ സ്വീകരിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ആ ജ്ഞാനസ്നാന ദിനത്തിൽ ഏറ്റെടുത്ത ദൈവം നമ്മളിൽ നിക്ഷേപിച്ച ആ കൃപാവരങ്ങളെ, 5 അനുഗ്രഹങ്ങളെ ഒന്ന് മനസ്സിൽ ഇന്ന് ധ്യാനിക്കുക. അതിൻ്റെ ശ്രേഷ്ഠതയെ ഇന്ന് ചിന്തിക്കുക. ഈ ദിവസം മുഴുവനും ഞാൻ കർത്താവിൻ്റെ മകളാണ്, ഞാൻ നീതീകരിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമയാണ്, ഞാൻ പുതിയൊരു സൃഷ്ടിയാണ്, ഞാൻ ക്രിസ്തുവുമായി ആത്മബന്ധത്തിലുള്ള ജീവിതം നയിക്കേണ്ട വ്യക്തിയാണ്. കാരണം ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം പുറപ്പെടുവിക്കേണ്ട ഒരു ജീവിതമാണ് ഞാൻ. യേശുവിൻ്റെ രക്ഷിക്കപ്പെട്ട ആ കൂട്ടായ്മയിൽ, രക്ഷിക്കപ്പെട്ട ആ ക്രിസ്തീയ കൂട്ടായ്മയിൽ അംഗമാണ് എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാം, ആ സ്നേഹത്തിൽ ആഴപ്പെടാം. ഒപ്പം നമ്മൾ ഏറ്റെടുത്ത ആ ദൗത്യം, രാജകീയ ദൗത്യം, പ്രവാചക ദൗത്യം, പുരോഹിത ദൗത്യം, ഇത് നമ്മുടെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കുവാൻ തക്കവിധം നല്ല നിലപാടുകൾ എടുക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മഹത്തായ ഈ വലിയ ജ്ഞാനസ്നാനമെന്ന കൂദാശയിലൂടെ നീ ഞങ്ങൾക്ക് നൽകിയ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഈ ഭൂമിയിൽ മാതാപിതാക്കളിലൂടെ ഞങ്ങളെ അവിടുന്ന് ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകി. ജ്ഞാനസ്നാനത്തിലൂടെ യേശുവിൽ പുതിയൊരു സൃഷ്ടിയാകുവാൻ, വീണ്ടും ജനിക്കുവാൻ, നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരവും സജീവവുമായ ദൈവവചനത്തിലൂടെ വീണ്ടും ജനിക്കുവാൻ നീ ഞങ്ങൾക്ക് നൽകിയ കൃപയോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ സഭയുടെ കൗദാശിക അവസ്ഥകളിലൂടെ
ലഭിക്കുന്ന കൃപാവരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ സഭയിൽ അംഗമായി ആ സഭയുടെ കൃപാവരങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് നന്ദി പറയുന്നു. നിത്യജീവൻ മുന്നിൽ കണ്ടുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ ഈ കൂദാശയിലൂടെ ഞങ്ങളെ വിളിച്ച ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഞങ്ങൾക്ക് നൽകി ആ കൂദാശയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി ഞങ്ങളിൽ നിക്ഷിപ്തമായ പൊതു പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധീകരണ സ്വഭാവം വിശുദ്ധീകരിക്കുന്ന ഞങ്ങളെയും മറ്റുള്ളവരെയും വിശുദ്ധീകരിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെയും മറ്റുള്ളവർക്ക് സുവിശേഷം പകർന്നു കൊടുക്കുന്ന വചന ശുശ്രൂഷയുടെ ജീവിതം നയിക്കുവാനും ഒപ്പം മറ്റുള്ളവരെ സംരക്ഷിക്കുവാനും മറ്റുള്ളവർക്ക് ആവശ്യമായ ആ സംരക്ഷണവും ഭക്ഷണവും നൽകി അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.